വിചിത്രമായ ഒരു വിവാദത്തെ പറ്റിയാണ് ഇനി. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തെ എന്നൊരു സംഘടന. പേര് കേൾക്കുമ്പോൾ പരിചിതമെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഉത്തർപ്രദേശിലെ ചെറിയൊരു ദർഗയെ ചുറ്റിപ്പറ്റി സംഘടിപ്പിച്ച ഒരു കടലാസ സംവിധാനമാണ്. അതിന്റെ പ്രധാന കാര്യദർശിയാണ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേലി എന്ന മതപുരോഹിതൻ എന്ന് അവകാശപ്പെടുന്ന കക്ഷി നമ്മുടെ നടൻ വിജയ്ക്കെതിരെ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമൊന്നുമല്ല ഇത്. പക്ഷേ ഇന്ന് ദേശീയ വാർത്താ മാധ്യമങ്ങളിൽ മിക്കതിലും ഇത് വലിയ വാർത്തയായി കണ്ടു. അതുകൊണ്ട് മാത്രം RDX ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ആരാണ് ഈ ഷഹാബുദ്ദീൻ റസ്വി? എന്താണ് അദ്ദേഹത്തിന് വിജയുമായുള്ള പ്രശ്നം? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡ്. 3000-ലധികം പേരെ ഉൾപ്പെടുത്തിയാണ് TVK സ്ഥാപകനും നടനുമായ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നത്. മദ്യപാനികളെയും റൌഡികളെയും ചേർത്താണ് ഇഫ്താർ സംഘടിപ്പിച്ചതെന്ന തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയുടെ പരാതിയിലാണ് വിവാദങ്ങളുടെ തുടക്കം. പിന്നാലെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ ദേശീയ അധ്യക്ഷനും പുരോഹിതനുമായ മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേലി വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. ഒരു മുസ്ലിം പരിപാടിയിലും വിജയിനെ പങ്കെടുപ്പിക്കരുത്, തമിഴക വെട്രി കഴകത്തിന്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കരുത്, പിന്തുണയ്ക്കരുത് എന്നിങ്ങനെയാണ് വിജയ്ക്കെതിരെ പുറപ്പെടുവിച്ച ഫത്വയിൽ പറയുന്നത്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ മുസ്ലിം വികാരത്തെ ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. വിജയുടെ ബീസ്റ്റ് എന്ന ചിത്രത്തിൽ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളായാണ് ചിത്രീകരിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ വോട്ടിനു വേണ്ടി പ്രീണനം നടത്തുകയാണെന്നും ആരോപിച്ചു. തമിഴ് ചിത്രങ്ങളിൽ മുസ്ലിം വിഭാഗത്തെ തീവ്രവാദികളും ഭീകരരുമായി ചിത്രീകരിക്കുന്നുവെന്നും മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേലി കുറ്റപ്പെടുത്തി. എന്നാൽ ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം സംബന്ധിച്ചും വലിയ വിമർശനമുയരുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ഇഫ്താറുമായി TVK അധ്യക്ഷനും നടനുമായ വിജയ് രംഗത്തെത്തി. ഇഫ്താർ നടന്നത് ചെന്നൈ റോയപേട്ടയിലെ YMCA മൈതാനത്താണ്. വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ വിജയും പങ്കെടുത്തു. വിശ്വാസികൾക്കൊപ്പമാണ് വിജയ് നോമ്പ് തുറന്നത്. ചടങ്ങിൽ പങ്കെടുത്തത് 3000-ലേറെ പേരാണ്. 15ഓളം പള്ളികളിലെ ഇമാമുമാർക്കും ക്ഷണമുണ്ടായിരുന്നു. ഇഫ്താറിൽ മുസ്ലിങ്ങളെ അപമാനിച്ചെന്ന് മാർച്ച് 11 ഒരു പരാതി വരികയാണ്. പരാതി നൽകിയത് തമിഴ്നാട് സുന്നത്ത് ജമാഅത്താണ്. മദ്യപാനികളും റൌഡികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പരാതി. സൗഹാർദ്ദം വളർത്താൻ ഉദ്ദേശിച്ചുള്ള ഇഫ്താർ സമൂഹത്തെ മുറിവേൽപ്പിച്ചെന്നും ഖേദം പ്രകടിപ്പിക്കാത്ത നടന്റെ നടപടി മതവികാരത്തോടുള്ള ബഹുമാനക്കുറവാണെന്നും ഒക്കെ പറഞ്ഞാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി എത്തുന്നത്. ഏപ്രിൽ 16 വിജയ്ക്കെതിരെ ഒരു ഫത്വ അങ്ങ് പുറപ്പെടുവിക്കുകയാണ്. ഫത്വ പുറപ്പെടുവിച്ചതും മൗലാന ഷഹാബുദ്ദീൻ റസ്വി. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചടങ്ങുകൾക്കും മുസ്ലിങ്ങൾ വിജയിയെ ക്ഷണിക്കരുത് എന്നൊക്കെയായിരുന്നു. തമിഴക വെട്രിക്കഴകത്തിന്റെ ഒരു പരിപാടിയിലും മുസ്ലിങ്ങൾ പോകരുത്, പിന്തുണയ്ക്കരുത്, അടുപ്പം കാണിക്കരുത്. തന്റെ സിനിമയിൽ മുസ്ലിങ്ങളെ ഭീകരവാദികളായി കാണിച്ച വ്യക്തിയാണ് വിജയ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഫത്വ. എന്നാൽ പിന്നെ ആരാണ് ഈ മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി? മുസ്ലിം പുരോഹിതനും ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എന്ന സംവിധാനത്തിന്റെ ദേശീയ അധ്യക്ഷനുമാണ്. 2022 ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ചതാണ് AIMJ. ഉത്തർപ്രദേശിൽ പോലും ചെറിയ വിഭാഗം മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ്. വിവാദ മതവിധി കൊണ്ട് വേഗത്തിൽ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ചിലത് നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. അസമിലെ മുസ്ലിങ്ങൾ ബീഫ് കഴിക്കരുത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ എതിർക്കരുത്, ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വഖഫ് ഭേദഗതി താഴേക്കിടയിലുള്ള മുസ്ലിങ്ങൾക്ക് തുണയാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു നിലപാട്. മുസ്ലിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കരുത്, നോമ്പ് കാലത്ത് വെള്ളം കുടിച്ച ക്രിക്കറ്റ് താരം ഷമി ശരീഅത്ത് പ്രകാരം കുറ്റക്കാരനാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആളാരാണെന്ന്. രാമജന്മഭൂമി ചിത്രമുള്ള വാച്ച് ധരിച്ച നടൻ സൽമാൻ ഖാന്റെ പ്രവൃത്തി ഹറാമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CAA ആക്ടിനെതിരായ റംദാൻ മാസത്തിൽ നടത്തിയ പ്രതിഷേധങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ്. സ്ത്രീകൾ വീടിനുള്ളിലും പർദ്ദ ധരിക്കേണ്ടതുണ്ട്. കുംഭമേളയ്ക്ക് ഭക്തർ മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൂക്കൾ വർഷിക്കണം എന്നുള്ളതും അദ്ദേഹത്തിന്റെ തന്നെ നിലപാടാണ്. നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും വലിയ ആരാധകനാണ് അദ്ദേഹം. അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാക്കാൻ മോദിയും യോഗിയും മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറയുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സമരം തുടരവേ യോഗിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് തന്റെ സ്വന്തം ഭൂമിയും വഖഫ് ബോർഡ് കയ്യേറി എന്ന നിലപാടെടുത്തയാളാണ് ഈ കക്ഷി. എന്താണ് സനീഷ പറയാനുള്ളത്? ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? അതായത് ഈ പറയുന്ന നാളെ വാർത്ത അല്ലെങ്കിൽ ഇന്ന് തന്നെ വാർത്ത വന്നിരിക്കുന്നത് ഏതോ ഒരു മുസ്ലിം വലിയ സംഘടന ആ പണ്ഡിതൻ വിജയ്ക്കെതിരെ ഫത്വ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. ആകപ്പാട് ഇതെല്ലാം പരിശോധിച്ചിട്ട് പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യം, ഇത് വിജയ് എന്നുള്ള വലിയ ആരാധകരുള്ള വലിയ രാഷ്ട്രീയ നേതാവ് കൂടെ ആയിട്ടുള്ള വിജയ്ക്കെതിരെ ഈ മുസ്ലിം സംഘടനകളെ ആകെ നയിക്കുന്ന ഏതോ വലിയ പണ്ഡിതൻ ഇങ്ങനെ ഒരു തോന്നിയ മോശം കാര്യം ചെയ്തിരിക്കുന്നല്ലോ എന്ന് ആരും വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ ഇതുപോലെ നമ്മൾ പരിഹാസ്യമായ തോതിൽ നോക്കിയിടുന്ന ഒരു സാധാരണ മനുഷ്യൻ വാർത്തകൾ തേടാൻ വേണ്ടിയിട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു എന്ന് മാത്രമേ അത് കാണേണ്ടതുള്ളൂ. പക്ഷേ
പല ദേശീയ മാധ്യമങ്ങളും ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള ഏർപ്പാടാണെന്ന മട്ടിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അത്തരം വാർത്തകളെ ആ നിലക്ക് സംശയത്തോടെ നോക്കുകയും ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയേണ്ടത്. തീർച്ചയായും അത് ഇന്ന് എടുക്കാൻ തന്നെ ഒരു കാരണം മാധ്യമങ്ങൾ ഈ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി എന്തായാലും ചർച്ചാ വിഷയമാക്കണമല്ലോ. അതുകൊണ്ട് കൂടിയാണ്. കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല മുഹമ്മദ് ഷമിയുടെ വിഷയമൊക്കെ തൊട്ടടുത്ത കാലത്ത് വലിയ വിവാദമായതാണ്. ഇത്തരത്തിൽ ചില വിധികൾ പുറപ്പെടുവിച്ചുകൊണ്ട് വലിയ ഫത്വ എന്ന പേരിൽ ഒരു മുസ്ലിം പുരോഹിതൻ ഇതാ ഫത്വ പുറപ്പെടുവിക്കുന്നു എന്ന് പറയുക, ഈ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾ മുഴുവൻ ഇതിൻ്റെ പിന്നാലെ പോകും. ആ നിമിഷം ഇത് വലിയ വാർത്തയാക്കും, വലിയ തലക്കെട്ടാക്കും. ഇതാണിപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തു പറഞ്ഞു പോകണമല്ലോ. എന്തായാലും നോമ്പ് കാലവും റംസാനും ശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഉത്തർപ്രദേശിലെ ചില ഉപശാലകളിൽ ഇഫ്താർ വിരുന്നിനെ വിവാദമാക്കി വിജയിനെ ഒന്ന് വിലക്കിയാലോ എന്നുള്ള ആശയമൊക്കെ ഉദിക്കുന്നത്. അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴക രാഷ്ട്രീയവുമായി ചേർത്ത് തന്നെ RDX ഈ 3-ാം നമ്പർ നീക്കത്തെ കാണുകയാണ്. സംഘപരിവാറിന്റെ പോസ്റ്റർ ബോയ് എന്ന് പരക്കെ വിമർശിക്കപ്പെടുന്ന ഒരു മുസ്ലിം പേരുകാരൻ വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കുന്ന നീക്കമൊന്നും ഇങ്ങ് തെക്ക് ക്ലച്ച് പിടിക്കില്ല എന്നും RDXന് നല്ല ഉറപ്പുണ്ട്. ഒരു തമാശക്കളിയായി കാണേണ്ട സംഗതി മാത്രമാണെങ്കിലും ചിലർ മാനായും മാരീജനായും വരുമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഇതൊന്ന് പറഞ്ഞു പോകുന്നു.